ഈ സേനാപതി വേണു കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ ഈ നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇപ്പോൾ MP കൂടിയാണ്, ഝാനി, അദ്ദേഹം പറയുകയാണ് നേരത്തെ സർജിക്കൽ സ്ട്രൈക്കിൽ തനിക്ക് സംശയമുണ്ട്, അവിടെ തെളിവുകളില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ കേന്ദ്ര സർക്കാർ പറയുന്നതാണ് എന്ന്. ഈ പട്ടാളക്കാരുടെ മനോവീര്യത്തെ തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ വീണ്ടും വീണ്ടും കോൺഗ്രസ് ആവർത്തിക്കുകയാണല്ലോ. ഒരു നിയന്ത്രണവും നേതാക്കൾക്ക് മേൽ കോൺഗ്രസ് ഇല്ലാതാവുകയാണോ? രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ നാവാകുന്നു. ശ്രീ ചർണി തന്നെ തന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കുകയും താൻ ഉദ്ദേശിച്ചതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞ് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ തന്നെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് കുറച്ച് വിവാദമായതിനു ശേഷം അത് പിൻവലിച്ച പോലെ തന്നെയായി. അല്ല, അതിനകത്ത് കോൺഗ്രസ് പാർട്ടി വളരെ ഔദ്യോഗികമായി നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാടിൽ തന്നെ പാർട്ടി നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പം നമുക്ക് ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമാണ്, ആ താല്പര്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനവും. അതാണ് ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പം ഇന്നോ നാളെയോ ഇല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കോ ഇതൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു മിലിറ്ററി ഇഡിയമുണ്ട്, അത് മറ്റൊന്നുമല്ല, ഇഫ് യു വാണ്ട് പീസ് യു പ്രിപ്പയർ ഫോർ എ വാർ. നിങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച സി വേണുഗോപാലും സി ആരിഫും ഒക്കെ പറഞ്ഞതുപോലെ അവരെ ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, പാനി ഓർ ഖൂൺ ഏക് സാത്ത് നെയ് പായേഗ, ഇത് രണ്ടും ഒന്നിച്ചൊഴുകിയാൽ ഏതെങ്കിലും ഒന്നേ ഒഴുകുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ കൃത്യമായ ഒരു സന്ദേശം പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സന്ദേശത്തിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് തന്നെ ഞങ്ങൾ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു, ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയുടെ കാര്യം ഇന്ന് BJP പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റി എന്നാണ്. CWC, അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് ഇന്ന് BJPയുടെ ആക്ഷേപം വന്നിരിക്കുന്നത്. അത് വെറുതെ അല്ല, കാരണം അത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്, നേതാക്കളുടെ ഭാഗത്തുനിന്ന്. അല്ല, അതൊക്കെ BJPയുടെ വ്യാഖ്യാനവും BJPക്ക് അത് വ്യാഖ്യാനം ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഞങ്ങളൊരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുവാനായി ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള സന്ദേശം കോൺഗ്രസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട അഭിപ്രായ ഭിന്നതകളോ വ്യത്യാസങ്ങളോ ഒക്കെ ആരെങ്കിലും എവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നുമല്ല, പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാടുണ്ട് എന്ന് വളരെ കൃത്യമായി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇപ്പോ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് ഒപ്പവും ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ഇന്നോ നാളെയോ യുദ്ധം പ്രഖ്യാപിക്കും എന്നൊന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം ഒരു യുദ്ധത്തിന്റെ കെടുതി എന്ത് എന്ന് നമ്മളൊരു പക്ഷേ അതിർത്തിയിൽ നിന്ന് 4000-5000 കിലോമീറ്റർ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മൾ ഈ TV-യിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത് കണ്ട് യുദ്ധം എന്ന്. ഞാനൊരു സൈനികനായതുകൊണ്ടും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നേരിട്ട് കാണാൻ ഇടയായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഒരു കരസേനയുടെ ഒരു യൂണിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ പരമാവധി ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് ഒരു 40 കിലോഗ്രാം ഞങ്ങളുടെ റൈഫിള്, എക്യുപ്മെന്റ്സ്, വാച്ചസ്, അതിൻ്റെ അകത്തുള്ള കാർട്രിഡ്ജ്, ഇതെല്ലാം കൂടെ ഒരു 40 കിലോ തൂക്കവുമായി ഒരു പട്ടാളക്കാരന് നടക്കാൻ പറ്റുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ വരും? 10, 12, 14 കിലോമീറ്റർ വരും. അപ്പോ ഈ അതിർത്തിയിലെ കുന്നും മലയും ഒക്കെ കയറി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്താ പറഞ്ഞേ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണും, ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അങ്ങ് നൌഷേറ മുതൽ ഇങ്ങോട്ട് അഖനൂർ ഇപ്പറെ വന്നു കഴിഞ്ഞാൽ റാൻ ഓഫ് കച്ച് വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയും അത് ആഗ്രഹിക്കുന്നില്ല, ലോകവും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് യുദ്ധമല്ല. ആ യുദ്ധത്തെക്കാൾ ഉപരി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടാർഗറ്റ് വളരെ ചെറുതാണ്. എന്താണ് ടാർഗറ്റ്? ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 4 അല്ലെങ്കിൽ 5 ഭീകരന്മാർ, ഈ ഭീകരന്മാരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആരാണ്? അവർ ചിലപ്പോൾ 10, 20 ഇല്ലെങ്കിൽ 10, 40 പേര് കാണും. അപ്പോൾ ഒരു 100 പേരോ 150 പേരോ ഉള്ള ഒരു ടാർഗറ്റിലേക്ക് ഒതുങ്ങി ആ ടാർഗറ്റിനെ എന്താ പറഞ്ഞ അപ്രോച്ച് ചെയ്ത് അതിനപ്പുറത്തേക്ക് ഉണ്ട് എങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി മഞ്ജുഷ, ഞാൻ ഈ ഒരു ആക്രമണം ചിലപ്പോൾ നമുക്ക് അതൊരു മുന്നറിയിപ്പാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ബോർഡറുകൾ കംപ്ലീറ്റ് സീല് ചെയ്തുകൊണ്ട് ആരെങ്കിലും തീവ്രവാദികൾ രാജ്യത്തിനകത്തുണ്ടെങ്കിൽ അവനെ ഒന്നുകിൽ പുറത്ത് ചാടിക്കുകയോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ
ഇനി ഒരു ഘട്ടത്തിലും ഒരു ഇൻഫിൽട്രേഷൻ, ഒരു നുഴഞ്ഞുകയറ്റം ഈ രാജ്യത്തേക്ക് ഉണ്ടാവില്ല എന്ന രീതിയിൽ നമ്മുടെ അതിർത്തികൾ കംപ്ലീറ്റ് സീൽ ചെയ്ത് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു എന്താ പറഞ്ഞേ, നമുക്ക് അതിനുള്ള ഒരു അവസരമായി പക്ഷേ ഇവിടെ NIA-യുടെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിനകത്തു നിന്ന് പോലും വിഘടനവാദ ശക്തികളുടെ പിന്തുണ ഈ ഭീകരാക്രമണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതും ഗൗരവപൂർണമായ കാര്യം തന്നെയാണ്. അവരെല്ലാം വേരോടെ പിഴുതെടുക്കണമല്ലോ. അവർക്ക് പിന്നിൽ ആരുണ്ട് എങ്കിലും അവരെല്ലാം വേരോടെ പിഴുതെടുക്കണം. ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരായോ വിരുദ്ധമായോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ എതിര് നിൽക്കുന്ന മുഴുവൻ ശക്തികളെയും കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അവസരം കൂടിയായിട്ട് വേണം ഇതിനെ കരുതാനായിട്ട്. അപ്പം നമുക്കിപ്പോ ആവശ്യം യുദ്ധമല്ല, മറിച്ച് ഈ ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തികളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, അതല്ല എങ്കിൽ അവരെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.